ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ എവിടെ തിരിഞ്ഞു വന്നാലും അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേരെയാണ് വരുന്നത്. ഇവിടെ തന്നെ കോൺഗ്രസ് പാർട്ടിയില്ലേ, ഇവിടെ തന്നെ BJP-ക്കാരില്ലേ. ഈ കേരളത്തിൽ എന്ത് കാര്യം വന്നാലും അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേരിലോട്ടാണ് വരുന്നത്. എന്തുകൊണ്ട്? ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ ആദ്യത്തെ പ്രതി, ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ഫസ്റ്റ് പ്രതിയുടെ പേര് ഉണ്ണികൃഷ്ണനാണ്. അവൻ BJP അനുകൂലിയാണ്. എന്തിനാ ചോദ്യം ചെയ്യപ്പെടാത്തത്? ഇവിടെ അതും പോട്ട്, ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയത് മുസ്ലിമാണോ ക്രിസ്ത്യൻസ് ആണോ? ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയത് ഹിന്ദുക്കൾ തന്നെയാണ്. അവിടെ ആചാരങ്ങളെ അവർ തന്നെയാണ് മോഷ്ടിച്ചത്. അല്ല, അതില് ഒരു മതമോ ഒന്നും കയറി വന്നിട്ടില്ല. എന്തുകൊണ്ട്? നമുക്കറിയാലോ, മൂരാരി ബാബു ആരാണ്? NSന്റെ വേണ്ടപ്പെട്ട ആളാണ്. ഇതുപോലെ ഓരോ രാഷ്ട്രീയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അകത്ത് പോയി വാസു ആരാണ്? അവനും ഹിന്ദുവാണ്. ഹിന്ദുക്കൾ അവരവരുടെ അമ്പലങ്ങളുടെ വിഗ്രഹങ്ങളിൽ അവരെ അധികാരം ഏൽപ്പിക്കുമ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല അവർക്കുള്ളതില്ലേ? എന്തിന് ഈ ഹിന്ദുക്കൾ എന്തിനീ മോഷണത്തിന് കൂട്ടുന്നു? അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് ക്രിസ്ത്യൻ പേര് കയറി വന്നോ? നിങ്ങളുടെ ക്ഷേത്രം നിങ്ങൾ തന്നെയാണ് കവർച്ച ചെയ്തത്. അതിന് ആരാണ് ഇവിടെ പ്രതിചേർക്കപ്പെടേണ്ടത്? കമ്മ്യൂണിസ്റ്റാണ് ഇവിടെ പ്രതിചേർക്കപ്പെടേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണ് ഇവിടെ പ്രതിചേർക്കപ്പെടേണ്ടതിന്റെ കാരണം? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ശബരിമലയിൽ സ്വർണം എടുത്തതും നിങ്ങൾ തന്നെ, വിറ്റതും നിങ്ങളാണ്. ചക്കയാണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ആൾക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ചക്കയാണെങ്കിൽ നമുക്ക് ചൂട് നോക്കാം, അത് വിളവുണ്ടോ വിളവില്ലേ എന്നുള്ള കാര്യം. മനുഷ്യന്റെ കാര്യത്തിൽ അവന്റെ മനസ്സിൽ ഇരിപ്പ് എന്താണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഘടകകക്ഷികളാണ്. ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്, ഒരു ഘടകകക്ഷികളെയും ഒരു മന്ത്രിസ്ഥാനങ്ങളെ ഏൽപ്പിക്കരുത്. ഈ കാര്യം പറയുമ്പോൾ നമുക്കിന്നറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ചെയ്യുന്ന വിഷയമാണ് നമ്മൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരെ തീവ്രമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം തീവ്രമായ രീതിയിൽ തന്നെയാണ് അയാൾ പ്രതികരിച്ചത്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു സാമുദായിക വോട്ട് കൊണ്ട് എന്തെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെയോ SNDPയോ വോട്ട് കൊണ്ടാണോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വിജയിച്ചത്? ഇല്ലെങ്കിൽ പോട്ടെ, ഇവിടെ നായന്മാരുടെ വോട്ട് കൊണ്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ വിജയിച്ചത്. ഇന്ന് വரைക്കും നായന്മാരുടെ ഇപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട്, സമദൂരം പാലിക്കുക. എന്താണ് സമദൂരം? അല്ല, നമുക്ക് ചോദിക്കണ്ടേ, സമദൂരം എന്ന് വെച്ചാൽ എന്താണത്? അവരുദ്ദേശിക്കുന്ന സമദൂരം എന്താ അറിയോ? ആര് ഭരണത്തിൽ വരൂ അവരോട് അടുത്ത് നിൽക്കുക. അല്ലാതെ അയ്യപ്പന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് പോയാല് ഇവിടെ കമ്മ്യൂണിസ്റ്റിനെയും കുറ്റം പറയേണ്ട. കോൺഗ്രസ് ഇപ്പം നമ്മുടെ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഇവനൊരു ചരട് കെട്ടാൻ വേണ്ടി അവിടെ പോയി ചില വാസ്തവമായിരിക്കും. കാരണം അവന് അത്രയും, പക്ഷെ ഇത് കൊണ്ടുപോയൊരു വ്യക്തി സോണിയാഗാന്ധി തന്നെ. സോണിയാഗാന്ധി വെച്ചാൽ ശബരിമലയെ കുറിച്ചും അറിയത്തില്ല, കേരളത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാതെ എനിക്കറിയത്തില്ല. അതിന് ഒരു രാഷ്ട്രീയ ലെവലിൽ ഒരു സോണിയാഗാന്ധിയെ ഇതിന്റെ ഇടയ്ക്ക് പിടിച്ചിടേണ്ട പ്രശ്നമേ അല്ല അത്. കാരണം ഇവൻ എന്തിന്, അടൂർ പ്രകാശ് എന്തിന് അവരെ കൂടെ പോയി? അത് ചോദിച്ചു. കേരളത്തിലേക്കുന്ന ഒരു MP എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഈ വ്യക്തികളുടെ കൂടെ പോയി? അത് ചോദ്യം ചെയ്യപ്പെട്ട കാര്യത്തിന് അവർ ചോദ്യം ചെയ്യപ്പെട്ടത്. പക്ഷെ കോടതിയോട് എനിക്ക് ഒരു നിലപാട് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്, ഇപ്പോൾ ഈ MLA-ക്കെതിരെ ഈ കേസ് വരുമ്പോൾ MLA നിങ്ങൾ 3 വർഷം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്, ഓക്കെയാണ്. ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ്, എയർപോർട്ടിൽ നിന്ന് ഈ പ്രതിയെ പിടിക്കുമ്പോൾ തൊണ്ടി മുതലായിട്ടാണ് പിടിച്ചത്. അത് കോടതി അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വാർത്ത ചെയ്ത മാധ്യമങ്ങൾ അംഗീകരിക്കുമല്ലോ? ആ തൊണ്ടി മുതൽ പിടിച്ച് കോടതിയിലോട്ട് വരുമ്പോൾ, കോടതിയിലോട്ട് ഒരു ഗുമസ്തനോ ഒരു വക്കീലോ ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട്, അത് അവൻ ധരിച്ച ഷഡ്ഡിയേ അല്ല. ശരിയായിരിക്കും, എന്നെ 5 വയസ്സായ കൊച്ചിന് ഷഡ്ഡി അവന്റെ ബാഗിൽ വെച്ചാൽ എന്നെ കുഴപ്പമെന്നാ? അതിന് അവന്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടു. ആ ഒരു കാര്യം ചോദ്യം ചെയ്യപ്പെടാതെ കോടതി എന്തിന് അവനെ ജാമ്യത്തിൽ വിട്ടു? ഇന്ത്യയിൽ ഇപ്പോഴും 60% വരുന്ന ജനങ്ങൾ സാധാ ജനങ്ങളാണ്. അത് നിങ്ങൾ ഈ വാദിക്കുന്നതും നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതും എല്ലാം ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഇവിടുത്തെ ഏറ്റവും സമൂഹത്തിൽ ഉന്നതർക്ക് വേണ്ടിയിട്ടാണ്. അത് എതിർക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ സാധാരണ ജനങ്ങൾ എതിർക്കുന്നേയില്ല. അവർ കേൾക്കുന്നുണ്ട്, എല്ലാ വാർത്തകളും അവർ കേൾക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളോട് പ്രതികരിക്കുന്നില്ല. നിങ്ങൾ പരസ്പരം ഈ 40% പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുന്നു എന്നുള്ളതല്ലാതെ ഈ 65% ആൾക്കാരും ഇപ്പോഴും മൗനത്തിലാണ്. അത് ഒരു രാഷ്ട്രീയക്കാരും ഒരു കോടതിയും മറന്നു പോകരുത്.